എല്ലാ നല്ലവരായ സിനിമ ആസ്വാദകർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മൾ മലയാളത്തിന് ശേഷം ഉള്ള മറ്റ് ഇൻഡസ്ട്രിയുടെ സിനിമകളെ കുറിച്ച് 2024 ഒന്ന് അവലോകനം ചെയ്താൽ എങ്ങനെയിരിക്കും എന്ന് നമുക്ക് നോക്കാം. വ്യത്യസ്തതകൾ ഇല്ലാതെ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളും ലോ ബഡ്ജറ്റ് ചിത്രങ്ങളും ഇക്കൊല്ലവും തെലുങ്കിൽ റിലീസ് ചെയ്തു. അതായത് 2024 വലിയ ബഡ്ജറ്റിൽ വന്ന ചിത്രങ്ങൾ തിയേറ്ററുകളിൽ യാതൊരുവിധ ചലനവും ഉണ്ടാക്കാതെ കടന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും 2023 തെലുങ്ക് ചിത്രങ്ങളുടെ ബഡ്ജറ്റുകളും ബോക്സ് ഓഫീസ് ഹിറ്റുകളും പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. കാരണം 2024 തെലുങ്ക് സിനിമാ മേഖലയ്ക്ക് അഭിമാനിക്കാൻ ഭാഗ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ ബോക്സ് ഓഫീസ് തന്നെ വലിയൊരു ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞ ചിത്രങ്ങൾ ഈ 2024 സംഭവിച്ചിട്ടുണ്ട്. അതായത് പ്രഭാസ്, ജൂനിയർ NTR, മഹേഷ് ബാബു, നാനി, അല്ലു അർജുൻ തുടങ്ങി താരനിരകൾ ഈ വർഷവും അവരുടെ ഹിറ്റ് ചിത്രങ്ങളുമായി പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് മലയാളത്തിലെ പ്രിയ നായകനായ ദുൽഖർ സൽമാൻ നായകനായി എത്തിയ ലക്കി ഭാസ്കറും ബോക്സ് ഓഫീസിൽ ചലനം സൃഷ്ടിച്ച് മുന്നേറിയ ഒരു ചിത്രമാണ്. 2024 കലാശക്കൊട്ട് പോലെയായിരുന്നു പുഷ്പ 2 റിലീസ് ചെയ്ത്. ആദ്യ ദിനം തന്നെ പുഷ്പ ബോക്സ് ഓഫീസിൽ റെക്കോർഡ് നേട്ടമാണ് നേടിയെടുത്തത്. ഇത്തവണ തെലുങ്കിൽ ആദ്യം ഞെട്ടിച്ച ചിത്രം നമ്മുടെ നാഗശ്വൻ സംവിധാനം ചെയ്ത പ്രഭാസ് നായകനായ കൽക്കിയാണ്. ലോകമെമ്പാടും എടുത്തു നോക്കിയാൽ ഏകദേശം 1200 കോടിയോളം രൂപ കളക്ഷൻ നേടിയ ഒരു ചിത്രമാണ് ഈ ചിത്രം. 2024 കണക്ക് പരിശോധിച്ചാൽ ഏറ്റവും അധികം കളക്ഷൻ നേടിയ ഇന്ത്യൻ ചിത്രമായും കൽക്കി വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കൽക്കിക്ക് ശേഷം തെലുങ്ക് സിനിമാ മേഖലയെ വിസ്മയിച്ച മറ്റൊരു ചിത്രമാണ് ഹനുമാൻ. സൂപ്പർ ഹീറോ പ്രമേയമായ ചിത്രം വലിയ രീതിയിൽ പ്രേക്ഷകർ ഒരു നല്ല അഭിപ്രായം നേടിയെടുക്കാനായിട്ട് ഈ ഹനുമാൻ എന്ന സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഹനുമാൻ എന്ന സിനിമ ഏകദേശം 250-ലധികം കോടി രൂപയാണ് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത്. അടുത്തത് നമ്മൾ നോക്കിയാൽ സീതാരാമം എന്ന ചിത്രത്തിന് ശേഷം ദുൽഖർ സൽമാൻ നായകനായ സിനിമയാണ് ലക്കി ഭാസ്കർ. വെങ്കി അറ്റ്ലൂരി രചനയും സംവിധാനവും നിർമ്മിച്ച ചിത്രം 100 കോടി ബഡ്ജറ്റിലായിരുന്നു നിർമ്മിച്ചത്. ചിത്രം ഏകദേശം അതിനേക്കാളും കൂടുതൽ വരുമാനം നേടിയിട്ടുണ്ട്. അതുകൂടാതെ ജൂനിയർ NTR നായകനായി എത്തിയ ദേവര പാർട്ട് 1 300 കോടി ചെലവഴിച്ചാണ് നിർമ്മിച്ചത്. ചിത്രം ഏകദേശം 500 കോടിയോളം കളക്ഷൻ നേടിയതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഈ വർഷത്തിന്റെ അവസാനത്തിലാണ് P. സുകുമാർ സംവിധാനം ചെയ്ത പുഷ്പ 2 റിലീസ് എത്തിയത്. പ്രേക്ഷകർക്കിടയിൽ നല്ല അഭിപ്രായങ്ങൾ പുഷ്പ 2 നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ ഏകദേശം കോടികളാണ് കളക്ഷൻ നേടിയിട്ടുള്ളത് ഈ ചിത്രം. അതുകൂടാതെ തമിഴ് സിനിമയിലെ നമ്മൾ എടുത്തു നോക്കിയാൽ രജനിക്കും അതുകൂടാതെ വിക്രമും സൂര്യനൊക്കെ ഒന്ന് കാലിടറിയെങ്കിലും ചെറിയ ബഡ്ജറ്റ് ചിത്രങ്ങളിലൂടെ നല്ല പ്രമേയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് തമിഴ് സിനിമ ബോക്സ് ഓഫീസിൽ അവരുടേതായ ഒരു ഇടം പിടിച്ച വർഷമാണ് 2024. ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ അമരനും ബോക്സ് ഓഫീസ് കീഴടക്കിയതോടെ തമിഴ് സിനിമയ്ക്കും ഈ വർഷം സമ്മാനിച്ചത് സന്തോഷത്തിന്റെ ഒരു ക്ലൈമാക്സ് ആണ്. അതുകൂടാതെ ചില ലോ ബഡ്ജറ്റ് ചിത്രങ്ങളും തമിഴിൽ നല്ലൊരു കളക്ഷൻ നേടിയിട്ടുണ്ട്. അത് നമ്മൾ എടുത്തു നോക്കിയാൽ മാരി സെൽവരാജ് ചിത്രമായ വാഴ, പിന്നെ റബ്ബർ പന്ത്, മെയ്യഴുകാൻ, അതൊക്കെ ഒരു ലോ ബഡ്ജറ്റ് ചിത്രങ്ങളാണ്. പക്ഷെ നല്ലൊരു വിജയം നേടിയ ചിത്രങ്ങളാണ് ഇതൊക്കെ. അതുകൂടാതെ വിജയുടെ ഗോട്ട് എന്ന സിനിമ അതൊരു സമ്മിശ്ര പ്രതികരണമാണ് ചിത്രത്തിനുണ്ടായെങ്കിൽ കൂടിയും ബോക്സ് ഓഫീസിൽ നല്ല നേട്ടം കൊയ്യാനായിട്ട് സാധിച്ച ഒരു ചിത്രമാണത്. പക്ഷെ ഏറ്റവും വലിയ ഫ്ലോപ്പ് എന്ന് പറഞ്ഞതിൽ നമ്മുടെ കമലഹാസനും ശങ്കറും കൂടി ചേർന്ന ഇന്ത്യൻ 2 ആയിരുന്നു. അത് വലിയ പ്രതീക്ഷയോടെ വന്ന ഒരു സിനിമയാണെങ്കിൽ കൂടിയും ബോക്സ് ഓഫീസിൽ അത് വലിയ പരാജയമാണ് സൃഷ്ടിച്ചത്. അതുകൂടാതെ പരാജയം മാത്രമല്ല, സമൂഹ മാധ്യമങ്ങളിൽ ഇവരെക്കുറിച്ച് വളരെ വിമർശനമാണ് ഇവർക്ക് രണ്ടുപേർക്കും നേരിടേണ്ടി വന്നത്. അതുപോലെ മറ്റൊരു പരാജയം നേരിട്ട ഒരു കാലങ്ങൾക്ക് ശേഷം വന്ന കുറെ നാളുകൾക്ക് ശേഷം വന്ന സൂര്യനായകനായ കങ്കുവയ്ക്കും നേരിടേണ്ടി വന്ന ഇതുപോലെ ഒരു അവസ്ഥയാണ്. അതുകൂടാതെ നമ്മൾ നോക്കിയ രജനീകാന്തിന്റെ 2 പടങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന് മകൾ ഐശ്വര്യ സംവിധാനം ചെയ്ത ലാൽ സലാം, അത് ബോക്സ് ഓഫീസിൽ വലിയ പരാജയം നേരിട്ടതാണ്. അതേസമയം വേട്ടയ്യാൻ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ചിത്രത്തിൽ ഉണ്ടായും കൂടിയും അത് മുടക്കുമുതലൊക്കെ നേടിയ ഒരു ചിത്രമാണ്.
അതുകൂടാതെ വിക്രത്തിന്റെ തങ്കലാനും ഉണ്ടായിരുന്നു. അതും സമ്മിശ്ര പ്രതികരണമാണ് ചിത്രത്തിന് നേടാനായിട്ട് സാധിച്ചത്. പക്ഷെ അതും ബോക്സ് ഓഫീസിൽ ഒരു ചലനം സൃഷ്ടിക്കാനായിട്ട് ഈ സിനിമയ്ക്കും കഴിഞ്ഞിട്ടില്ല. പക്ഷെ അമരൻ എന്ന് പറയുന്ന ചിത്രം 200 കോടി ക്ലബും കടന്ന് വൻ വിജയമായി തീർന്നത്. നമ്മൾ ബോളിവുഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പോയ വർഷങ്ങളുടെ കുറച്ച് നാളെടുത്ത് നോക്കിയാൽ അവരുടെ ഒരു തകർച്ചയുടെ വർഷമായിരുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും 2024 ബോളിവുഡിനെ സംബന്ധിച്ച്. ഒരു കാലത്ത് ഇന്ത്യൻ സിനിമയുടെ മുഖമാണെന്ന് ബോളിവുഡിനെ വിശേഷിപ്പിച്ചവർ തന്നെ ബോളിവുഡിന് ഇതെന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് മുഖത്ത് വിരൽ വെക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത്. വലിയ ബഡ്ജറ്റ് സൂപ്പർ താരങ്ങൾ നായകന്മാരായ ചിത്രം മാത്രമാണ് ബോക്സ് ഓഫീസിൽ ഒരു ചെറിയ ചലനം പോലും സൃഷ്ടിച്ച് മുന്നേറുന്നത്. മറ്റുള്ളവയൊക്കെ ഒരു മുടക്കുമുതൽ തിരിച്ചു പിടിക്കാനാവാതെ നിലം തൊടാതെ പൊട്ടുന്ന കാഴ്ചയാണ് നമ്മൾ ബോളിവുഡിൽ കാണുന്നത്. അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോമഡി ഹൊറർ സിനിമയായി പുറത്തു വരുന്ന സ്ത്രീ 2 അത് ഏകദേശം 874 കോടി രൂപയായിരുന്നു ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തത്. ബോളിവുഡിൽ ഇത്തവണ സൂപ്പർ നാച്ചുറൽ സിനിമകളായിരുന്നു ഹിറ്റിൽ ഇടം പിടിച്ചത്. ബുൽബുലയ്യ, സ്ത്രീ 2 ഇവ നിലവിൽ തിയേറ്ററുകളിൽ ഏറ്റവും അധികം തകർത്ത ചിത്രങ്ങൾ. അതുകൂടാതെ 2024 മറ്റൊരു പ്രത്യേകത നമ്മൾ വെച്ചാൽ ഖാൻ താരങ്ങൾക്ക്, അതായത് സൽമാൻ ഖാൻ, ഷാരൂഖ് ഖാൻ, അമീർ ഖാൻ എന്നീ താരങ്ങൾക്ക് സിനിമ ഇല്ലായിരുന്നു എന്നതാണ് മറ്റൊരു സംഗതി. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് 2024 ഇന്ത്യൻ സിനിമകളെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.